ആക്ച്വലി ഞാനിതിൻ്റെ ട്യൂട്ടോറിയൽ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വരയ്ക്കാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോസ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് നോക്കുക, ഇല്ലെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫൈനൽ റിസൾട്ടിൻ്റെ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരച്ചെടുക്കണേ. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളതിലുള്ള അതായത് നമ്മളെ വാട്ടർ കളറിലുള്ള റെഡ് ഉണ്ടാവുമല്ലോ, അത് കളർ കുറച്ചെടുത്ത് വെള്ളം കുറച്ച് കൂടുതലെടുത്തിട്ട് ഫസ്റ്റ് ലെയർ ഇതാ ഇതുപോലെ ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർമെലൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ കുറച്ച് പ്ലേസ് ഇതുപോലെ ഒഴിവാക്കിയിട്ട് വേണം ആ ലൈറ്റ് റെഡ് കൊടുക്കാൻ. ഓക്കെ. ലൈറ്റ് റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് റെഡ് ഇല്ലേ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓറഞ്ചും റെഡും മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ലൈറ്റ് റെഡ് പോലത്തെ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കണേ. അതും ഒട്ടും ഡാർക്ക് അല്ലാത്ത റെഡാണ് കേട്ടോ കൊടുക്കുന്നത് എന്ന് എഴുതിയിട്ട് എന്താണ്, നമ്മൾ പതിയെ പതിയെ ലെയർ ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്ട്രോബെറീൻ്റെ ഒക്കെ റെഡ് കളർ കണ്ടോ അതുപോലെ ആവും കേട്ടോ. അപ്പം അതിനുശേഷം ഞാൻ ചെയ്യുന്നത്, നമ്മളതിൽ ലെമൺ യെല്ലോ ഉണ്ടല്ലോ, ആ ലെമൺ യെല്ലോ എടുത്തിട്ട് എല്ലാത്തിൻ്റെയും ബാക്കിൽ ഒരു ലൈൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നോക്കണം, അതായത് റെഡിൻ്റെയും ഇപ്പം നമ്മൾ കൊടുത്ത ആ ലെമൺ യെല്ലോൻ്റെയും നടുക്ക് കുറച്ച് വൈറ്റ് പോർഷൻസ് ഞാൻ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഫൈനൽ റിസൾട്ട്, അതായത് ലാസ്റ്റ് റിസൾട്ട് എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ റെഡ് പാർട്ടിൻ്റെയും ഗ്രീൻ പാർട്ടിൻ്റെയും ഇടയിൽ ഒരു വൈറ്റ് പാർട്ട് വരുമല്ലോ വാട്ടർമെലൺ. ഞാൻ വാട്ടർമെലൺ തന്നെയല്ലേ പറഞ്ഞത്, ഞാൻ ലെമൺ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ. നെക്സ്റ്റ് ലെയർ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ റെഡ് കളർ എടുക്കുന്ന, അതായത് റെഡ് കളറിൻ്റെ എമൗണ്ട് കുറച്ചും കൂടെ കൂട്ടുക, വാട്ടറിൻ്റെ കളർ കുറച്ച് കുറക്കുക. അപ്പോൾ നമുക്കിതാ ഈ ഒരു റെഡ് കിട്ടും. ഓക്കെ. തന്നെ അതാണ് നമ്മൾ ലെയർ ചെയ്യുന്നത്. ഓക്കെ. ഇതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ ഇവിടെ ലെയർ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ലെയർ ചെയ്താൽ മതി കേട്ടോ. അതായത് നമ്മുടെ വാട്ടർമെലൺ കംപ്ലീറ്റ്ലി റെഡ് അല്ലല്ലോ ഉണ്ടാവാറ് അല്ലേ. അതിൻ്റെ ഇടയിൽ കുറച്ച് പാട്ടിൽ ഏളം, അതായത് ലൈറ്റ് റെഡ് ആയിരിക്കും, കുറച്ച് വൈറ്റ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വന്നാലാണല്ലോ നമുക്കൊരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവുക. അപ്പം അതൊക്കെ വരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് നോക്കാം ആവുമെന്നല്ലേ. ഓക്കെ. നമ്മളിങ്ങനെ കൊടുക്കും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലുള്ള വാട്ടർമെലൺ ലൈറ്റ് റെഡ് ആയിരിക്കും, എന്നാൽ നമ്മൾ അടിയിൽ വരുന്ന വാട്ടർമെലൺസ് കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കും അല്ലേ. അതിൻ്റെ ഷാഡോ, മുകളിലുള്ള വാട്ടർമെലണിൻ്റെ ഷാഡോ അടിച്ചിട്ട് അടിയിലുള്ള വാട്ടർമെലണിൻ്റെ റെഡ് കളർ കുറച്ച് ഡാർക്ക് ആയിരിക്കും. സോ ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് കൊടുക്കണ്ട, നമ്മൾ എല്ലാം ലെയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു പാർട്ടും ലെയർ ചെയ്ത് ഡാർക്ക് റെഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ. ഇപ്പം ഞാൻ വരക്കണ ആ ഒരു പ്ലേസൊക്കെ താഴത്തെ ലെയറാണ്, അതായത് മുകളിലുള്ള സ്ലൈസിൻ്റെ താഴെയുള്ള സ്ലൈസിനെയാണ് ഞാനിപ്പോൾ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും ഡാർക്കായിരിക്കും. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ആർട്ടൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പെയിൻറ്റിങ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റേതായ രീതിയിലാണ് വരക്കുന്നത്. അതായത് ഇതല്ല കേട്ടോ പ്രോപ്പർ വാട്ടർ കളർ മെത്തേഡ്. വാട്ടർ കളറിന് എന്താണ് കളർ തിയറീസ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഡാർക്ക് റെഡ് വേണമെങ്കിൽ അവിടെ റെഡിനെ ബ്ലാക്ക് ആയിട്ട് അല്ലെങ്കിൽ മെറൂണായി മിക്സ് ചെയ്തിട്ടാണ് ഡാർക്ക് റെഡൊക്കെ ഉണ്ടാക്കണേ. നോർമൽ അങ്ങനെയൊന്നുമല്ല. കളർ തിയറിയൊക്കെ പഠിച്ചാലും നമുക്ക് ഡാർക്ക് വരേണ്ട ഭാഗങ്ങളിൽ ഓൾറെഡി വേറൊരു കളർ പെയിൻറ് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ റെഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഡാർക്ക് പ്ലേസിലൊക്കെ ഡാർക്കായിട്ട് ഓൾറെഡി കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും നോക്കട്ടെ, ഞാൻ നോക്കി ഇതുപോലെയൊക്കെ പഠിച്ച് വേണമെങ്കിൽ നമുക്ക് കളർ തിയറിയൊക്കെ അപ്ലൈ ചെയ്യാം അല്ലേ. തൽക്കാലം ഞാൻ എന്താണ്, എനിക്കൊരു റെഫറൻസ് കിട്ടിയാൽ ആ റെഫറൻസ് എങ്ങനെയാണ് അതുപോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ ട്രൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ എൻ്റെ ട്യൂട്ടോറിയൽ കണ്ടൊന്ന് വരച്ച് നോക്കുക. ആൻഡ് നമ്മൾ ആദ്യം ലൈറ്റ് റെഡ് ആയിരുന്നു കൊടുത്തത്, നമ്മളത് ഡാർക്ക് റെഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി ഡാർക്ക് റെഡുകൾ ലെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം കേട്ടോ. ബ്രഷ് വെച്ചിട്ട് ഡാർക്ക് റെഡ് എടുക്കുമ്പോൾ ബ്രഷ് ഒന്നിങ്ങനെ ലൈൻ പോലെ പെയിൻറ്റ് ചെയ്യാനുള്ള ശ്രമിച്ചാൽ മതി. അപ്പം നമുക്ക് വാട്ടർമെലൻ്റെ ഉള്ളിലൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല.
അപ്പോൾ അത് തോന്നിക്കാനാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലേ? അല്ലെങ്കിൽ ഈവൺ ആയിട്ട് റെഡ് അല്ലല്ലോ ഉണ്ടാവുക നമ്മൾ വാട്ടർ മെലൺ എടുക്കുമ്പോൾ. അതിലിടക്ക് ലൈറ്റ് റെഡ്, ഡാർക്ക് റെഡ്, കുറച്ച് വൈറ്റ് ലൈൻസ് പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് തോന്നിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ പെയിൻറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഡാർക്ക് ആക്കി കൊണ്ടുവരികയാണ് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ റെഫറൻസ്, അതായത് നമ്മളെ കംപ്ലീറ്റ് ചെയ്ത് ഇമേജ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് വരക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ എവിടെയൊക്കെയാണ് ഡാർക്ക് അവിടെ ഇങ്ങനെ കൊടുക്കുക. ഡാർക്ക് റെഡ് ലൈൻസ് വരുന്നിടത്ത് കൊടുക്കുക. ലൈൻ പോലെ ഇങ്ങനെ വരച്ചൊക്കെ കൊടുക്കുക. ഓക്കെ. ആക്ച്വലി ഞാനൊരു ട്യൂട്ടോറിയൽ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന കളേഴ്സൊന്നും ഞാൻ ഇതിൽ കാണിക്കാത്തത്, അല്ലെങ്കിൽ മോർ ഡീറ്റെയിലിംഗ് ആയി നിങ്ങൾക്ക് തോന്നാത്തത്. പക്ഷെ നിങ്ങളുടെ ആഗ്രഹം ഇത് ട്യൂട്ടോറിയൽ വേണമെന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടിടാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഇതിൽ സ്റ്റെപ്പിനേക്കാൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക് കേട്ടോ വരക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. നമ്മൾ ആദ്യം ലെമൺ യെല്ലോ കൊടുത്തു. പിന്നെ നമ്മളുടെ പെയിൻറ്റിൽ ബോക്സിലുള്ള ലൈറ്റ് യെല്ലോയും ലെമൺ യെല്ലോയും മിക്സ് ചെയ്ത് ഒരു ലെയർ കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ പെയിൻറ്റ് ബോക്സിൽ ഡാർക്ക് ഗ്രീനും ലെമൺ യെല്ലോയും മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കൊടുക്കണ പോലെ ഒരു ലെയറും കൂടെ കൊടുക്കുക. ആൻഡ് ആ വൈറ്റ് പോർഷൻസ് ഒഴിവാക്കി അവിടെ വെക്കണം കേട്ടോ. അതിലേക്ക് ഗ്രീൻ കൊണ്ടുവരരുത്. അപ്പോൾ നമ്മുടെ വാട്ടർ മെലണിൻ്റെ ആ ഒരു ഭംഗി പോവും. സോ ഏറ്റവും എൻഡിൽ കുറച്ച് ഡാർക്ക് ഗ്രീൻ ആകും. ഡാർക്ക് ഗ്രീൻ ഫുള്ളായി കൊടുക്കരുത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. അതായത് ലെമൺ യെല്ലോ എടുക്കുക. നിങ്ങൾ ഒരു മീഡിയം ഗ്രീൻ ഉണ്ടാവുമല്ലോ, ആ ഗ്രീൻ മിക്സ് ചെയ്തിട്ട് ഏറ്റവും എൻഡിലൊരു ലൈൻ പോലെ കൊടുക്കുക. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കുറച്ചിങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും. ഓക്കെ. അപ്പോൾ അത് ഡ്രൈ ആവട്ടെ. നമുക്ക് അടുത്ത ലെയർ റെഡ് കൊടുക്കാം, കട്ടിയാക്കാം. നമ്മളിപ്പോൾ ഒരു ലെയറും കൂടെ റെഡ് ഡാർക്കായി കൊടുത്തു. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡിനെ നമ്മൾ എങ്ങനെയാണ് ഡാർക്കാക്കുക. നമ്മുടെ ഈ ഒരു ഡോംസിൻ്റെ പെയിൻറ്റ് ബോക്സ് ആണെങ്കിൽ അതിൽ ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, ആൻഡ് ഓൾസോ ഡാർക്ക് റെഡും ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ഓരോ ലെയർ ആക്കാം. ആദ്യമൊക്കെ നമ്മൾ ഓറഞ്ച് വിത്ത് റെഡ് മിക്സ് ചെയ്തിട്ട് ലെയർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, റെഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്ത് വെള്ളം മീൻസ് റെഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക, വെള്ളം കുറക്കുക. പിന്നെ നെക്സ്റ്റ് ലെയറിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടുക, വെള്ളം കുറച്ചും കൂടെ കുറക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡാർക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മെറൂൺ കളർ ഉണ്ടാവുമല്ലോ, അതും റെഡും മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ നിങ്ങൾ, അത് നമ്മൾ മെറൂണും റെഡും മിക്സ് ചെയ്തിട്ട് ലെയർ ചെയ്യുന്നതാണ് കേട്ടോ. മെറൂൺ കുറച്ചെടുക്കുക ആൻഡ് റെഡ് കൂടുതലെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു ലെയർ കിട്ടും. ആൻഡ് ഓൾസോ നമ്മൾ കൊടുക്കുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. കണ്ട ഇങ്ങനെ ബ്രഷ് ഇങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ. അപ്പോഴേ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യത്തുള്ളൂ. ഓക്കെ. ഈവണായ റെഡ് കൊടുത്താൽ ഭയങ്കര ഫ്ലാറ്റായി പോകും ചിത്രം, അല്ലേ? റിയലിസ്റ്റിക് ഫീൽ ചെയ്യില്ല. ഈ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് ഭയങ്കരമായിട്ട് ആ വാട്ടർ മെലൺ ആവാൻ പോകുന്നു എന്ന് തോന്നുക. അതായത് ഡാർക്ക് ബ്രൗൺ എടുക്കുക, എന്നിട്ട് നമുക്ക് കുറച്ച് സീഡ്സ് വരച്ചു കൊടുക്കാം. ഓക്കെ. ആൻഡ് സീഡ്സും കൂടെ വരുമ്പോൾ ഓക്കെ വാട്ടർ മെലൺ ആവാൻ പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നില്ലേ? ഇല്ലേ? ഇപ്പോൾ തോന്നില്ലേ? നെക്സ്റ്റില്ലേ, നമ്മൾ വാട്ടർ മെലണിൻ്റെ പുറത്തുള്ള സ്ട്രക്ചറാണ് വരയ്ക്കുന്നത്. ഡാർക്ക് ഗ്രീൻ എടുക്കുക. ഓക്കെ. ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് നിങ്ങൾക്കറിയാലോ വാട്ടർ മെലണിൻ്റെ ഒരു പുറം പാളി ഇങ്ങനെയാണ്. ലൈറ്റ് ഗ്രീനിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഡാർക്ക് ഗ്രീൻ പാച്ചസ് ഇങ്ങനെ വരുന്ന പോലെയല്ലേ? അപ്പം ഞാൻ അതുപോലെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ലൈറ്റ് ഗ്രീൻ അവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കിടക്ക് ഓരോ ഡാർക്ക് ഗ്രീനെ കൊണ്ട് പാച്ച് വരച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഒറിജിനൽ വാട്ടർ മെലണിൻ്റെ പുറംപാളിയില്ലേ, ആ പുറത്തെ ഒരു തൊലിയുടെ ആ ഒരു സ്ട്രക്ചർ കിട്ടും. അതും കൂടെ വരുമ്പോഴാണ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ഫീല് വരുന്നത് കേട്ടോ.
അപ്പോൾ നോക്കിയിട്ട് അതുപോലെ വരയ്ക്കാൻ നോക്കണേ. ഓക്കെ. ഇപ്പം നമ്മൾ അടിയത്തെ ലെയറില്ലേ, അതിന് കുറച്ചും കൂടെ ഡാർക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ബ്രൗൺ വെച്ചിട്ട് സീഡ് വരച്ചതിൽ എന്ത് ചെയ്യണം, കുറച്ച് ബ്ലാക്ക് അതിൻ്റെ ഔട്ട്ലൈൻ പോലെ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു നല്ല റിയലിസ്റ്റിക് സീഡ് കിട്ടും. ഞാൻ കുറേ സ്റ്റെപ്പുകൾ ഒഴിവാക്കിയായിരുന്നു, വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അത് ഞാൻ യൂസ് ചെയ്യുന്നത് ആക്രിലിക് വൈറ്റ് പെയിൻ്റ് ആണേ. അപ്പോൾ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ അത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ നിങ്ങൾ ഫൈനൽ റിസൾട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. ആൻഡ് ഏറ്റവും അടിയിലുള്ള ലെയർ കുറച്ചും കൂടെ ഡാർക്ക് ആക്കി കൊടുക്കണേ. അത് നിങ്ങൾ റെഡ് പ്ലസ് മെറൂൺ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എവിടെയൊക്കെയാണ് ഡാർക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ. ആൻഡ് പിന്നെ ഈ ഒരു വൈറ്റ് പാച്ചസും കൂടെ കൊടുത്താൽ, ഐ മീൻ ഹൈലൈറ്റും കൂടെ കൊടുത്താൽ നമ്മുടെ വാട്ടർ മെലൺ റിയലിസ്റ്റിക് ഫീൽ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ താഴെയുള്ള ആ ഒരു ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ കണ്ട് വരച്ച് നോക്കാം, വരച്ചിട്ട് അയച്ചു തരാം. അപ്പോൾ അടുത്തത് കാണുന്നവരെ ബൈ കേട്ടോ.